കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്റർ റിവൈസ് ചെയ്തേ? വെക്ടറോ? ഇന്റഗ്രൽസ് ആണ്. ഇന്ന് നമ്മൾ ഏത് ചാപ്റ്റർ പറഞ്ഞേ? ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസ്. ഇന്റഗ്രൽസ് ചാപ്റ്റർ ചെയ്ത് നോക്കിയോ വീട്ടിൽ പോയിട്ട്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഒന്നുമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇന്റഗ്രൽസും ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസും കൂടി ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട്സ് ഉള്ളതെന്ന് ചോദിക്കാം കേട്ടോ. ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസ് നമ്മൾ എന്താ പഠിച്ചേ? ഒരു കുഞ്ഞു ചാപ്റ്റർ, ഒരു എക്സസൈസ് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? എന്തായിരുന്നു പഠിച്ചേ? ഏരിയ ബൗണ്ടഡ് അല്ലെങ്കിൽ ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സ് ആണ് പഠിച്ചത് അല്ലേ? എന്തായിരുന്നു പഠിച്ചേ? ഇക്വേഷൻ എന്താ പഠിച്ചേ? എക്സ് ബൈ എന്താണ് പഠിച്ചത്? രണ്ട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരെണ്ണം എന്താ പഠിച്ചേ? ഉറക്കെ പറ. ഡി ബൈ ഡി എക്സ്. ഇന്റഗ്രൽ വൈ ഡി എക്സ് അല്ലെങ്കിൽ ഇന്റഗ്രൽ എക്സ് ഡി വൈ. ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഏരിയ അണ്ടർ കർവ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. ഓക്കെ, അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പഠിച്ച കാര്യങ്ങളാണ്, ഇന്നലെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഏരിയ ഓഫ് ദി റീജിയൻ bounded by the curve y is equal to f of x comma x axis and the lines x is equal to a and x is equal to b, and the lines x is equal to a and x is equal to b in bracket b greater than a, comma area equal integral a to b y dx. Area equal integral a to b y dx. Next point, the area of the region bounded by the curve x is equal to phi of y. X is equal to phi of y, comma y axis and the lines y is equal to c and y is equal to d is given by the formula area is equal to integral c to d x dy. എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിക്കോളാം. Find the area of the region bounded by the curve y is equal to x square and the line y is equal to 4. Find the area of the region bounded by the curve y is equal to x square and the line y is equal to 4. എങ്ങനെയാ ചെയ്യാ? പറഞ്ഞേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഇക്വേഷൻസ് വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് പ്ലോട്ട് ചെയ്ത്
പ്രണവ് എന്ത് പറ്റി, ചെയ്യുവാണോ? ഫസ്റ്റ് ബിലാല് വരാൻ ഞാൻ ചെയ്തില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? Find the area of the region bounded by the curve y is equal to x square and the line y is equal to 4. ആരെങ്കിലും വരാതെ ഉണ്ട്? നന്ദന സാറാ അല്ലേ? ആ ഫസ്റ്റ് വൺ എന്താ, പരാബോളയാണ് അല്ലേ? എങ്ങനെയാ ഗ്രാഫ് വരാ? y is equal to x square. എങ്ങനെയാ പരാബോള? എലോങ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് y ആക്സിസ്. പിന്നെയോ y is equal to 4. എങ്ങനെയായിരിക്കും y is equal to 4? ഇവിടെയാണോ? ഇങ്ങനെയാണോ? അല്ല, y-യിലാണല്ലേ 4. ഇതാണ് ലൈൻ y is equal to 4. ഇതാണ് നമ്മുടെ പരാബോള y is equal to x square. So we have to find the area bounded by these two curves. അപ്പൊ ഏത് ഏരിയ ഷെയ്ഡ്, ഏത് പോർഷനാണ് ഞാൻ ഷെയ്ഡ് ചെയ്യേണ്ടത്? എക്സ് ആക്സിസിൽ ഇവിടം വരെ. ഈ സൈഡ് മാത്രമാണോ? അല്ല, ഫുള്ള് അല്ലേ? സോ ഇതാണ് എൻ്റെ റിക്വേർഡ് റീജിയൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാ കണ്ടുപിടിക്കുക? എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ എടുത്തിട്ട് ഇൻറ്റു 2 ചെയ്താൽ മതി. സോ ഏരിയ ഈസ് ഈക്വൽ ടു പറഞ്ഞേ 2 ഇൻറ്റു ഇന്റഗ്രൽ. ഞാനിപ്പോ ആദ്യം ഈ ഒരു പോർഷന്റെ ഏരിയ മാത്രം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 0 to 4 y dx അല്ലേ? ഇനി x dy. ഇനി വാട്ട് ഈസ് x? y is equal to x square ആണ്. x എന്താ? x is equal to ചെയ്തോ. പ്രണവ് ചെയ്ത് കഴിഞ്ഞാ? പാരബോളയുടെ ഇക്വേഷൻ യൂസ് ചെയ്യണ്ട. ഇവിടെ നമുക്ക് ഇന്റഗ്രൽ x dy അല്ലേ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ y is equal to x square. അപ്പൊ x എന്താ? √y അല്ലേ? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ മതി. വിഘ്നേഷിനെയാണോ? അതെ 32
32 സ്ക്വയർ യൂണിറ്റ്സ് കിട്ടിയോ? കേട്ടില്ല. അതെങ്ങനെ ചെയ്യും? റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ y raised to 1/2. ശരി. ഇനി എന്താണ് ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ. അപ്പൊ ഇന്റഗ്രൽ y റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 പ്ലസ് 1 3/2. അപ്പൊ y റൈസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2. ഇന്റഗ്രൽ വേണ്ട, ഇന്റഗ്രൽ ആണ് നമ്മൾ എഴുതിയ കേട്ടോ. അത് ബ്രാക്കറ്റ് ആക്കി എഴുതിയാൽ മതി. ഇവിടെ ബ്രാക്കറ്റ് ആക്കും. ഇനി എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ 3/2 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ അത് ഇങ്ങോട്ട് വരുമ്പോൾ 2/3 ആകും അല്ലേ? അപ്പോൾ ഇത് 2 × 2/3. ഇനി ബ്രാക്കറ്റിൽ y റൈസ് ടു 3/2 മാത്രം കൊടുത്താൽ വേഗം ആൻസർ കിട്ടിയോ? ബോർഡിൽ ചെയ്ത് ചെയ്. എത്ര കിട്ടി? 32 ഒന്നും കൂടെ നോക്ക്. എന്തേലും എഴുതാൻ വിട്ടുപോയിട്ടുണ്ടോ? സംശയമുണ്ടോ? കിട്ടിയോ? ശരി കിട്ടിയോ? ചെയ്തില്ലേ ബാക്കി? അറിയില്ലായിട്ടാണോ? കറക്റ്റ് ആണ് കേട്ടോ. പറയണോ ഞാൻ? ആർക്കെങ്കിലും പറയണോ? ഇവിടെ y റൈസ് ടു 1/2. നമുക്കറിയാം എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് റൈസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 അല്ലേ? അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ y റൈസ് ടു 1/2 ആണ്. അപ്പോൾ y റൈസ് ടു 1/2 പ്ലസ് 1 എന്ന് പറയുന്നത് y റൈസ് ടു 3/2. എഴുത്. വെട്ട് ഇവിടെ വെട്ട്. is equal to y റൈസ് ടു into y റൈസ്. ഇനി ഇന്റഗ്രൽ വേണ്ട, ഇന്റഗ്രൽ നമ്മൾ എഴുതിയ y റൈസ് 3/2 ഡിവൈഡഡ് ബൈ 3/2. 2 എഴുതണം ഇവിടെ. ഇനി ലിമിറ്റ് ഇട്ട് കൊടുക്കുക. ബ്രാക്കറ്റ് ഇട്ടിട്ട് 0 to 4 ഇട്ട് കൊടുക്കുക. ഇത് ഡിനോമിനേറ്ററിലുള്ള 3/2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 2/3 ആവും. അപ്പോൾ എഴുതിക്കുക 2 × 2/3 ബ്രാക്കറ്റിൽ y റൈസ് ടു 3/2 ലിമിറ്റ് കൊടുക്കുക 0 to 4. ഇനി ലിമിറ്റ് ഇട്ട് കൊടുക്കുക. is equal to 2 × 2/3 എന്ന് പറഞ്ഞാൽ 4/3. 4/3 into 4 raised to 3/2 minus 0. ഇതെങ്ങനെയാ ചെയ്യാം? നമുക്കറിയാം a raised to n the whole raised to n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a raised to mn ആണ് അല്ലേ? അപ്പോൾ ഞാൻ ഈ 4നെ 2 സ്ക്വയർ എന്ന് എഴുതാണ്. 2 സ്ക്വയർ the whole raised to 3/2 എന്ന് എഴുതി. 2 into 3/2. 2 cancel ആകും. 2 cube 8. ആൻസർ എല്ലാവർക്കും കിട്ടിയല്ലോ. 32/3 സ്ക്വയർ യൂണിറ്റ്സ് കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ. ഫൈൻഡ് ഏരിയ ഓഫ് റീജിയൻ bounded by the parabola
y square equal to 8x, y square equal to 8x, and the line x is equal to 2. And the line x is equal to 2. And the line x is equal to 2. Y square is equal to 8x. എന്താ തന്നേക്കുന്നത്? y square is equal to 8x എന്താ? പാരബോളയാണ്. എങ്ങനെ along x axis ആണോ y axis ആണോ? പറ. y square is equal to 8x along which axis? x axis. Positive x axis ആണോ negative x axis ആണോ? Positive x axis. x is equal to 2. എവിടെയാ വരാ x is equal to 2? x equal to 2. അപ്പൊ ഇതാണ് നമ്മുടെ റിക്വയർഡ് ഏരിയ. കണ്ടുപിടിച്ചേ. ഇക്വേഷൻ എന്താ? ഏരിയ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2 y dx. ഇവിടെ y square is equal to 8x ആണ്. സോ റീഅറേഞ്ച് ചെയ്യണം to make it in terms of ആൻസർ കിട്ടിയോ? y square is equal to 8x അല്ലേ? അപ്പോൾ y എന്ന് പറയുന്നത് റൂട്ട് 8x ആണ്. 8ന്റെ റൂട്ട് എടുക്കണം. ആൻസർ കിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിവേകാണ് കേട്ടോ ബോർഡിൽ ചെയ്യേണ്ട. ആ ബുക്ക് അടച്ച് നോക്കി എഴുതണം. കിട്ടിയ മനസ്സിലാക്കിയ കിട്ടിയ വിവേകേ എന്നാ ചെയ് ഈ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ എന്താ? ഇന്റഗ്രൽ 0 to 2 y dx അല്ലേ? സോ y എന്താ? നമുക്കറിയാം y സ്ക്വയർ is equal to 8x ആണ്. അപ്പൊ y എന്താ? റൂട്ട് 8x dx ആണ്. റൂട്ട് 8 എന്ന് പറഞ്ഞാൽ 2 റൂട്ട് 2 ആണ്. 2 റൂട്ട് 2 റൂട്ട് x.
2 root 2 constant ആണ്. So take it outside the integral. So already we have a 2 outside the integral. So 2 times 2 root 2 എത്രയാ? 4 root 2 ഇന്റഗ്രലിന് പുറത്ത് വരും. ഇന്റഗ്രൽ root x dx. ഇനി root x നെ നമുക്ക് എങ്ങനെ എഴുതാം? x raised to 1/2. റൂട്ട് 8 ഫാക്ടറൈസ് ചെയ്യാം. റൂട്ട് 8 4 into 2 അല്ലേ? റൂട്ട് ഓഫ് 4 into 2. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 2 പുറത്ത് വരും. ഉള്ളിൽ റൂട്ട് 2 വരും. എന്താ ചെയ്തേ? എവിടെ നീങ്ങോ നോക്കട്ടെ. വിവേക് 4 root 2 into 2/3 x raised to 3/2. Okay. 4 root 2 into 2/3. ആ കോൺസ്റ്റൻസ് എല്ലാം പുറത്തെടുത്ത് ആദ്യം എഴുതുക. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ആ 2/3 കൂടെ പുറത്തോട്ടെടുത്തേ. പുറത്തെടുത്തോ? അല്ല, അവിടെ 2യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ലിമിറ്റ്സ് കൊടുത്തുല്ലോ. 2 raised to 3/2 minus 0. ഓക്കെ. ആ ഇടയ്ക്കുള്ള സ്റ്റെപ്പ് റബ്ബ് ചെയ്തേക്ക്. ആ ഇപ്പൊ എഴുതിയതിന് തൊട്ട് മുന്നേ ഉള്ളത്. ആ 2 എന്ന് പറഞ്ഞാൽ root 2 സ്ക്വയർ ആണ്. root 2 സ്ക്വയർ എഴുതിക്കോ. root 2 സ്ക്വയർ the whole raised to 3/2. നമുക്കറിയാം a raised to m the whole raised to n എന്ന് പറഞ്ഞാൽ a raised to mn ആണ്. So 2 into 3/2 വരുമ്പോൾ 2 ക്യാൻസൽ ആകും. എഴുതിക്കോ. root 2 ക്യൂബ് എന്താ? root 2 into root 2 into root 2. 2 root 2. So 8 root 2 into 2 root 2. 8 into 2 എത്രയാ? 16. root 2 into root 2. 16 into 2. 32. എഴുത്. 32. 32/3 square units. എല്ലാവർക്കും ഇങ്ങനെയാണോ കിട്ടിയേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Using integration, find the area of the region. Using integration, find the area of the region bounded by the lines x minus y plus 1 equal to 0, x minus y plus 1 equal to 0, x is equal to minus 2, x is equal to minus 2, x is equal to 3, x is equal to 3 and x-axis. X is equal to 3 and x-axis. Using integration, find the area of the region bounded by lines x minus y plus 1 equal to 0, x is equal to minus 2, x is equal to 3 and x-axis.
ആദ്യം ഗ്രാഫ് വരയ്ക്കാം കേട്ടോ. കഴിഞ്ഞോ ജ്യോതിസ്? പരാബോളയാണോ? അല്ല. സർക്കിൾ ആണോ? പരാബോളയുടെ ജനറൽ ഇക്വേഷൻ എന്താ? 4 പഠിച്ചിട്ടുണ്ടല്ലേ? ഒരെണ്ണം പറഞ്ഞേ. y² = 4ax, പിന്നെ x² = 4ay. ഇതിന്റെ നെഗറ്റീവ് വരും. എന്തായാലും എന്തെങ്കിലും ഒരു x² ടേം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു y² ടേം ഉണ്ടാവും. സർക്കിളിന്റെ പറഞ്ഞേ. സർക്കിളിന്റെ ഇക്വേഷൻ എന്താ? x - h² + y - k² = r². അവിടെയും ഉണ്ടാകും എക്സിന്റെയും വൈയുടെയും സ്ക്വയർ ടേം. ഇത് ലീനിയർ ഇക്വേഷൻ അല്ല, ഡിഗ്രി 1 ആ. അപ്പൊ എന്തിന്റെ ഇക്വേഷനാ? ലൈനിന്റെ ഇക്വേഷനാ. എങ്ങനെയാ ലൈൻ വരയ്ക്കുക? നമ്മള് ലീനിയർ പ്രോഗ്രാമിങ്ങിൽ വരച്ചില്ലേ, അതേപോലെ ചെയ്യാം. എങ്ങനെ? x - y + 1 = 0. അതായത് y = x + 1. ഓക്കെ, ഇനി കുറച്ച് പോയിന്റ്സ് എടുക്കാം. x, y. എക്സിന് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. പിന്നെയോ എക്സിന് 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 2 ആയിരിക്കും. എക്സിന് 2 ആകുമ്പോൾ വൈയുടെ വാല്യൂ 3 ആയിരിക്കും. പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. എങ്ങനെയായിരിക്കും കിട്ടുക? പിന്നെ y 0 ആകുമ്പോൾ x - 1. ഇങ്ങനെയല്ലേ വരാ? x - y + 1 = 0. ഇങ്ങനെയാണോ കിട്ടിയേ? ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണോ കിട്ടിയേ? വരച്ചോ ആരെങ്കിലും? ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? ലൈൻ കിട്ടാതെ ഉണ്ടോ ആർക്കെങ്കിലും? കിട്ടിയില്ല. എങ്ങനെയാ വരയ്ക്കുക? x - y + 1 = 0. അതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ എഴുതും? y = x + 1. എങ്ങനെ വേണേ റീഅറേഞ്ച് ചെയ്ത് എഴുതാട്ടോ. x - y = -1 എന്നോ എങ്ങനെ വേണേ റീഅറേഞ്ച് ചെയ്ത് എഴുതാം, കുഴപ്പമില്ല. ഞാനിപ്പോ ഇങ്ങനെയാണ് എഴുതിയത്, y = x + 1. ഇനി ഇവിടെ ഞാൻ yക്ക് 0 എന്നിട്ട് കൊടുത്തു. അപ്പൊ x ന്റെ വാല്യൂ എന്താകും?
വൈ 0 0 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്നാകും. ഈ പ്ലസ് 1 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -1 എക്സ് ഇസ് ഈക്വൽ ടു -1. സോ വൈയുടെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ -1 ആണ്. ഇനി അടുത്ത എക്സിന്റെ വാല്യൂ 0 ആകുമ്പോഴോ വൈയുടെ വാല്യൂ നോക്ക് എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ 0 + 1 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി എക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താ? 1 + 1 2 2 ആകുമ്പോൾ 2 + 1 3. അങ്ങനെ പോയിന്റ്സ് വെച്ചിട്ട് പ്ലോട്ട് ചെയ്യാം. ഇവിടെ നോക്കാം വൈയുടെ വാല്യൂ 0, വൈ 0 ഇവിടെയല്ല, അപ്പൊ എക്സിന്റെ വാല്യൂ -1 ആണ്. ഇനി നോക്കാം എക്സിന്റെ വാല്യൂ 0, എക്സ് 0 ഇവിടെയാണ്, വൈയുടെ വാല്യൂ 1 ആണ്. നെക്സ്റ്റ് എക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 2 ആണ്, എക്സിന്റെ വാല്യൂ 2 ആകുമ്പോൾ വൈയുടെ വാല്യൂ 3 ആണ്. അത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. അപ്പൊ എനിക്ക് ലൈൻ കിട്ടി. ഇനി എന്താ? എക്സ് ഇസ് ഈക്വൽ ടു -2. ഏതാ ലൈൻ? എക്സ് ഇസ് ഈക്വൽ ടു -2 എവിടെയാ? ഇവിടെയാണോ? അല്ല, ഇത് വൈ ആണല്ലേ, ഇവിടെയാ വരാ. എക്സ് ഇസ് ഈക്വൽ ടു -2. എക്സ് ഈക്വൽ 3 എവിടെയാ വരാ? എക്സ് ഈക്വൽ 3. ആൻഡ് എക്സ് ആക്സിസ്, പിന്നെന്താ? എക്സ് ആക്സിസും കൂടി ഉണ്ടാക്കുന്ന റീജിയൻ. റീജിയൻ ഏതാ വരാ? റീജിയൻ? ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ ആണോ ഈ ട്രയാങ്കിൾ ആണോ? മേലത്തെ ട്രയാങ്കിൾ ആണോ? ഉറപ്പാണോ? മേലത്തെ ട്രയാങ്കിൾ ആണോ? പറ, ഏത് ട്രയാങ്കിൾ എന്ന് പറ. മേലത്തെ അല്ലേ? ഉറപ്പിച്ചു? രണ്ട് ട്രയാങ്കിളും വരത്തില്ലേ? വരില്ലേ? കാരണം ഈ ലൈൻസ്, ഏതൊക്കെ ലൈൻ ഉണ്ട്? ഈ ലൈൻ, എക്സ് ആക്സിസ്, ഈ രണ്ട് ലൈൻസ്, ഇതെല്ലാം കൂടി ബൗണ്ട് ചെയ്യുന്ന റീജിയനാ പറഞ്ഞേക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 2, എക്സ് മൈനസ് 5 + 1 = 0, എക്സ് പിന്നെ എക്സ് ആക്സിസ്, ഇതെന്തായാലും വരത്തില്ല, അഫക്റ്റഡ് ആവില്ല. അപ്പൊ ഈ ഒരു റീജിയൻ ഉണ്ട്, ഈ ഒരു റീജിയനും ഉണ്ട്. കിട്ടിയോ? രണ്ട് ട്രയാങ്കിൾസും വരും. ഇനി ഏരിയ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഏരിയ ഈസ് ഈക്വൽ ടു രണ്ടെണ്ണം ഉണ്ട്. എക്സ് ആക്സിസ് എടുക്കാം, -2 to -1 അല്ലെ? ഒരു കുഞ്ഞു ട്രയാങ്കിളിൽ -2 മുതൽ -1 ആണ്. ഇന്റഗ്രൽ -2 - 1 പറ, അല്ല ഇക്വേഷൻ പറ. y dx പ്ലസ്, ഇനിയോ -1 to 3 y dx. ഇനി y എന്താ? x + 1 is equal to integral -2 to -1 x + 1 dx plus integral -1 to 3 x + 1 dx. ചെയ്തേ. ഫൈനൽ ആൻസർ അല്ലല്ല, 6 അല്ലല്ലോ. $7.5 ആണോ കിട്ടി? അല്ല, എല്ലാവർക്കും 15/2 ആണോ കിട്ടിയ? എല്ലാവർക്കും ചെയ്ത് നോക്കാമല്ലോ. ഇന്റഗ്രൽ x + 1 dx എന്താ? എക്സിന്റെ ഇന്റഗ്രൽ എന്താ? എക്സിന്റെ ഇന്റഗ്രൽ എന്താ? x² / 2 + 1 ഇന്റഗ്രൽ 1 dx എന്താ? x അല്ലേ? -2 to -1 plus
എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് മൈനസ് 1 to 3. ഇനി മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കേട്ടോ, മൈനസ് 1 സ്ക്വയർ എന്ന് പറയുന്ന 1/2 മൈനസ് 1. ഇനി മൈനസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് 2 സ്ക്വയർ എന്ന് പറയുന്നത് 4/2 മൈനസ് 2 പ്ലസ് 3 സ്ക്വയർ 9/2 പ്ലസ് 3 മൈനസ് 1 സ്ക്വയർ 1/2 മൈനസ് 1 which is equal to 1/2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് 1/2 മൈനസ് 2 മൈനസ് 2 0 പ്ലസ് 9 പ്ലസ് 6 15/2. വെയിറ്റ് 1/2 മൈനസ് 1 എത്ര, മൈനസ് 1. സോ മൈനസ് 1/2. മൈനസ് 1/2 മൈനസ് പ്ലസ് 1/2. പിന്നെ ഇത് ഏരിയ അല്ലേ, ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലേ, അത് മൈനസ് ആവില്ല. മൈനസ് ആകുമോ ഏരിയ? ഏരിയ മൈനസ് ആകുമോ? ഈ ഇന്റഗ്രൽ -2 to -1 എന്ന് -1 x + 1 dx എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ആണ്. അതൊരിക്കലും നെഗറ്റീവ് ആകില്ല. ഏരിയ നെഗറ്റീവ് ആകുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഇതിന് മോഡുലസ്, നെഗറ്റീവ് വരുന്നിടത്തൊക്കെ മോഡുലസ് ഇടാം. സോ ഇവിടെ നമുക്ക് മോഡുലസ് ഇടാം. മോഡുലസ് ഓഫ് -1/2 എന്ന് പറയുന്നത് +1/2 പ്ലസ് 15/2 പ്ലസ് 1/2 എന്ന് പറയുന്നത് 16/2 which is equal to 17/2 സ്ക്വയർ യൂണിറ്റ്സ്. ഇങ്ങനെയാണ് വരാ. നിങ്ങൾ ഇവിടെ മൈനസ് ഇട്ടോ? അവിടെ മൈനസ് വേണ്ട കേട്ടോ, മോഡുലസ് കൊടുക്കുക. കിട്ടിയില്ലേ? 18/2 എവിടെയാ തെറ്റിപ്പോയെ നോക്ക്. മോഡുലസ് ഇല്ലെങ്കിലും ഇവിടെ നമുക്ക് ഏരിയ നമ്മൾ രണ്ട് പോർഷൻ ആയിട്ടാണ്, ഏരിയ ഓഫ് ദി സ്മോളർ ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ദിസ് ലാർജ് ട്രയാങ്കിൾ. അപ്പൊ ഏരിയ ഓഫ് സ്മോളർ ട്രയാങ്കിൾ ഇവിടെ നെഗറ്റീവ് കിട്ടി, അങ്ങനെ വരുമോ? ഇല്ല, പോസിറ്റീവ് ആണ്. കഴിഞ്ഞോ? എല്ലാരും കംപ്ലീറ്റ് ചെയ്തത്? വിഘ്നേഷ് കഴിഞ്ഞോ? പ്രണവ് കഴിഞ്ഞോ? കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the area bounded by the curve x is equal to 2y plus 3, comma y axis and the lines y is equal to 1 and y is equal to -1. Find the area bounded by the curve x is equal to 2y plus 3, comma y axis and the lines y is equal to 1 and y is equal to -1. ജ്യോതിസിന്റെ ബുക്ക് എവിടെ? കൃപ കൊണ്ടുവരാം.
എങ്ങനെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം? ബോക്സ് വരച്ച് ഒരു ബോക്സ് വരയ്ക്കണം. എക്സ് വൈ അപ്പോൾ നമ്മളിപ്പോഴും 0 0 ഇട്ട് കൊടുത്താൽ ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സ് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3/2 നമുക്ക് അങ്ങനത്തെ വാല്യൂ വേണ്ട. അപ്പോൾ വേറെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. എക്സിന് 1 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ -1 എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ 1 - 2y = 3 അല്ലേ? ഇവിടെ ചെയ്തോ? അപ്പോൾ 2y = -2. അപ്പോൾ y = -1 അല്ലേ? എക്സിന് 1 ഇട്ട് കൊടുത്തു. എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ y -1 ചെയ്തു. ഞാൻ സക്കായി നിൽക്കാന്ന് വിചാരിച്ചതാണ്. പിന്നെ എക്സിന് 3 y 0 കൊടുക്കുമ്പോൾ എക്സിന് 3. ഇനി എങ്ങനെ പ്ലോട്ട് ചെയ്യണേ? 1 - 1 എന്ന് പറയുന്ന പോയിന്റ് ഏതാ? ഇവിടെ എക്സ് ആക്സിസിൽ 1 ആകുമ്പോൾ y ആക്സിസിൽ -1 ഇവിടെ. ഇത് മൈനസ് ഇങ്ങനെയല്ലേ എടുത്തേ? എക്സ് ആക്സിസിൽ 1 ആകുമ്പോൾ y ആക്സിസിൽ -1. അപ്പോൾ ഇവിടെ വരും. കണ്ടോ? ഇനി അടുത്തത് എക്സ് ആക്സിസിൽ 3 ആകുമ്പോൾ y 0. ഇങ്ങനെ വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടി ഇപ്പുറത്തോടെ എടുത്തിട്ട് നേരെ, എന്തെങ്കിലും കുഴപ്പമില്ല, നേരെ സ്ട്രെയിറ്റ് വരച്ചാൽ മതി. അതാണ് നമ്മുടെ കഴിഞ്ഞോ? ആൻസർ കിട്ടിയോ? പ്രഭവിന് ആൻസർ കിട്ടിയോ? പ്രഭവ് 12 അല്ല. ജ്യോതിസ് ആൻസർ കിട്ടിയോ? ചെയ്തിട്ട് കിട്ടാത്തതാണോ ചെയ്യുവാണോ? ചെയ്ത് കഴിയാത്തവരാരൊക്കെയാ? ചെയ്ത് കഴിയാത്തവരൊക്കെ അല്ല, ബാക്കിയുള്ള ലൈൻസ് ഒക്കെ വരയ്ക്കും. ബാക്കിയുള്ള ലൈൻസ് ഒക്കെ വരയ്ക്കും. y is equal to 1, y is equal to -1. പിന്നെ എന്താ y ആക്സിസ് അല്ലേ? അപ്പൊ റീജിയൻ ഏതാ? ശരി. ഇനി എന്താ ഇക്വേഷൻ വരാം? ഏരിയ is equal to ഇന്റഗ്രൽ എവിടെ മുതൽ എവിടം വരെയാ? വൈയുടെ വാല്യൂസ് ആണ് എടുക്കുന്നത് അല്ലേ? വൈയുടെ വാല്യൂ -1 മുതൽ ഇത് 1 അല്ലേ? അപ്പൊ -1 to 1 എന്താ y ആണ് x ആണ് എടുക്കണ്ടേ? x dy. നമ്മൾ വൈയുടെ പോയിന്റ്സ് അല്ലേ എടുത്തേ? അപ്പൊ വിത്ത് റെസ്പെക്ട് y ആണ് നമ്മൾ ചെയ്യണം. x dy. x കണ്ടുപിടിക്കും. ശരി. ആരാ ബോർഡിൽ ചെയ്യണേ? കിട്ടിയ ആൻസർ കിട്ടുന്നില്ലേ? ഇനി പ്ലോട്ട് ചെയ്തോ. ഞാൻ ബോർഡിൽ കാണിക്കണോ? അല്ല. ഗ്രാഫ് കിട്ടിയോ? x = 2y + 3. xy. ഇവിടെ എക്സിന് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ കേട്ടോ? 2y = -3, y = -3/2. അപ്പൊ ഫ്രാക്ഷൻ ഇല്ലാത്ത വാല്യൂസ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇനി y 0 കൊടുക്കുമ്പോഴോ? y 0 കൊടുക്കുമ്പോൾ നമുക്ക് x 3 ആണെന്ന് കിട്ടും. ഇനി ഏത് വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റാ? y 1 കൊടുത്താലോ? 2 × 1 2, 2 + 3 5 അല്ലേ? y 2 കൊടുക്കുമ്പോൾ 2 × 2 4, 4 + 3 7. ഇതെല്ലാം നമ്മുടെ പോയിന്റ്സ് ആണ്. അപ്പൊ എങ്ങനെയാ കിട്ടുക ഗ്രാഫ്?
ഫസ്റ്റ് പോയിന്റ് എന്താ x3 y0. അപ്പൊ ഇതല്ലേ പോയിന്റ് വരാ. എക്സ് ആക്സിസിൽ 3, y കോർഡിനേറ്റ് 0. ഓക്കെ, നെക്സ്റ്റ് x5 y1. x5 y1. നെക്സ്റ്റ് പോയിന്റ് x7 y2. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇതാണ് നമ്മുടെ ലൈൻ അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 2y + 3. ഇനി ഏതാ ലൈൻസ് പറഞ്ഞേക്കുന്നത്? y ഇസ് ഈക്വൽ ടു 1. y ഇസ് ഈക്വൽ ടു 1 ഏതാ? y ഇസ് ഈക്വൽ ടു 1 ഇതല്ലേ വിവേക്? ഇതല്ലേ 1? അയ്യോ സോറി, ഇത് x ഇസ് ഈക്വൽ. സോറി. y is equal to 1. Next, y is equal to -1. ഏതാ y is equal to -1? ഇവിടെ അല്ലേ? y is equal to -1. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? അത്രേ ഉള്ളോ? y ആക്സിസോ x എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? And find the area bound by the curve x is equal to 2y + 3. y axis and the lines y is equal to 1, y is equal to -1. അപ്പൊ ഏതാ നമ്മുടെ റീജിയൻ? ഏതാ? y ആക്സിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമോ? ഇല്ല, ഇവിടെ നിന്ന് അങ്ങടേക്കേ വരുള്ളൂ. പിന്നെ ഇതൊരു ബൗണ്ടറി ആണ്, ഈ രണ്ട് ലൈൻസ് ഒരു ബൗണ്ടറി ആണ്. അപ്പൊ നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. സോ ഏരിയ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എങ്ങനെയാ വരാ? ഏരിയ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എവിടെ മുതൽ എവിടം വരെയാ പറ? -1 മുതൽ 1 വരെ. ഇവിടെ എന്താ വരാ? x dy. x എന്താ? 2y + 3 അല്ലെ? ഇന്റഗ്രൽ -1 to 1 2y + 3 dy. ഇനി വാട്ട് ഇസ് ഇന്റഗ്രൽ 2y? 2y² / 2 പ്ലസ് ഇന്റഗ്രൽ 3y വിത്ത് റെസ്പെക്ട് ടു y ആണ്. സോ 3y. ലിമിറ്റ് കൊടുക്കുക -1 to 1 which is equal to 2 cancel ആയി 1 + 3 minus 1 minus 3 which is equal to 4 minus 1 minus 3 minus 2. 4 + 2 which is equal to 6 square units. This is the answer. കിട്ടിയോ? ഇത് ആർക്കൊക്കെ ഈ ആൻസർ കിട്ടാത്ത? എവിടെ തെറ്റിപ്പോയ? ഇന്റഗ്രേഷൻ ആണോ തെറ്റിയ? ഇതിന്റെ മേളിലുള്ള 1 സബ്സ്റ്റിറ്റ്യൂഷൻ തെറ്റി. കറക്റ്റ് ആയിട്ട് ചെയ്യട്ടാ. എന്തായി സമയം ചോദിക്കാം? കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞോ? ഐശ്വര്യ കഴിഞ്ഞോ? പ്രണവ് കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ. Find the area of the region enclosed by the curves. Enclosed by the curves y² equal x, y² equal x, x equal 1/4, y equal 0 and x is equal to 1 using integration. Find the area of the region enclosed by the curves y² equal x, x equal 1/4, y is equal to 0 and x is equal to 1 using integration. ചെയ്തോ? y² is equal to x എന്താ? പാരബോള.
പ്രഭം ചെയ്തു കഴിഞ്ഞോ? ഡൗട്ട് ഉണ്ടോ? എലിപ്സാ. എലിപ്സിന്റെ ഇക്വേഷൻ വരുമ്പോഴാണ് എലിപ്സ് ചെയ്യണത്. എലിപ്സാ. ചെയ്. കിട്ടിയില്ലേ? ഇവിടെ ഏതൊക്കെയാ ബൗണ്ടറി പറഞ്ഞേക്കുന്നത്? Find the area of the region enclosed by the curve y square is equal to x. Y square is equal to x എന്ന് പറയുമ്പോൾ പരാബോള along the x axis ആണ് കിട്ടുന്നത് അല്ലേ? പിന്നെ x is equal to 1/4. പോസിറ്റീവ് സൈഡിലാണ് വരിക. x is equal to 1/4. y is equal to 0. x is equal to 1. അപ്പോൾ മുകളിൽ മാത്രമല്ലേ വരുള്ളൂ. 1/4നും 1നും ഇടയ്ക്കല്ലേ. അപ്പൊ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. വേണ്ട. ഏത് രണ്ടും എടുക്കണം? അതെടുക്കേണ്ടി വരും. എടുക്കണം. എടുക്കണം. അല്ല, y is equal to 0 കൂടെ തന്നിട്ടില്ലേ? ഇല്ലേ? y is equal to 0 എന്ന് പറഞ്ഞാൽ എന്താ? x ആക്സിസ് അല്ലേ? അപ്പൊ താഴത്തോട്ട് എടുക്കണോ? 7/12. അപ്പൊ താഴത്തോട്ട് എടുക്കണ്ടല്ലോ. y is equal to 0 എന്ന് പറഞ്ഞാൽ x ആക്സിസ് ആണ് ബൗണ്ടറി വരുന്നത്. അപ്പൊ അതിന്റെ താഴത്തോട്ടുള്ള എടുക്കണ്ട. എത്ര കിട്ടിയ? 7/8. തെറ്റിപ്പോയി. കഴിഞ്ഞോ? ബോർഡിൽ ചെയ്തു. y square is equal to x in the parabola അല്ലേ? along positive x axis. Next x is equal to 1/4. വിളിച്ചോ? ഇങ്ങനെയാണോ വരാ? x equal to എല്ലാം വരച്ചോ? തന്നിരിക്കുന്ന ബൗണ്ടറീസ് എല്ലാം വരച്ചോ? x equal to 1/4. പിന്നെ എന്താ ഉള്ളത്? x equal to 1/4. y is equal to 0. y is equal to 0 എന്ന് പറയുന്നത് എവിടെയാ? അപ്പൊ x ആക്സിസ് ആണ് ഉദ്ദേശിക്കുന്നത്. y is equal to 0 എന്ന് പറയുന്ന x ആക്സിസിന്റെ ഇക്വേഷൻ ആണ്. x is equal to 1. അത് മാർക്ക് ചെയ്തില്ലല്ലോ. x is equal to 1 എവിടെയാ? എവിടെ? 1/4 ആണോ 1 ആണോ വലുത്?
ആ 1. അപ്പൊ 1/4ന്റെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ വരാ? ആ അപ്പൊ ഏത് റീജിയനാ വരാ? അത് റബ്ബി ആദ്യം ചെയ്ത റബ്ബി അവിടെ വരുവോ? ഇല്ല. കാരണം എന്താ? 1/4 x = 1/4 എന്ന് പറയുന്ന ലൈൻ്റെയും x = 1 എന്ന് പറയുന്ന ലൈൻ്റെ ഇടയ്ക്ക് വേണം വരാൻ അല്ലേ? അവിടെ വരത്തില്ല. ആ 1/4ന്റെ നിങ്ങള് ഗ്രാഫ് വരയ്ക്കുമ്പോ താഴത്തോട്ട് വരുമോ? താഴത്തോട്ട് വരുമോ? ഉണ്ടല്ലേ. അതെന്തുകൊണ്ടാ വരില്ല എന്ന് പറയുന്നത് താഴത്തോട്ട്? പ്രണവ് പറഞ്ഞു. പോസിറ്റീവ് എക്സ് ആക്സിസിന് പറഞ്ഞിട്ടുണ്ടോ? ക്വസ്റ്റ്യനില് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാ താഴത്തോട്ട് നമ്മൾ എടുക്കാത്ത? ആർക്ക് പറയാം? മാനസ് പറയും. അറിയില്ലേ? നമുക്കൊരു ഒരു ബൗണ്ടറി y = 0 അല്ലേ? അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ? y = 0. y = 0 എന്ന് പറയാൻ എന്താ? എക്സ് ആക്സിസാ. അപ്പൊ എക്സ് ആക്സിസ് താഴത്തോട്ട് എടുക്കണോ? വേണ്ട. മനസ്സിലായോ പ്രണവ്? ആ ഇക്വേഷൻസ് എല്ലാം എഴുതി വെക്കണം. നിങ്ങൾ ലൈനോ ഗ്രാഫോ എന്ത് വരയ്ക്കുമ്പോഴാണെങ്കിലും ആ ഇക്വേഷൻസ് അവിടെ എഴുതി വെക്കണം. x = 1/4 എഴുത്. x = 1. ഓക്കെ. y = 0 കൂടെ എഴുതി വെച്ചു. ഇനി എന്താ ഇക്വേഷൻ? ഏരിയ = ഇന്റഗ്രൽ എവിടെ മുതൽ എവിടം വരെയാ? 1/4 to 1 y dx ആണോ x dy ആണോ? y dx. ഇനി y എന്താ? താഴെ എഴുതണേ. it is equal to integral 1/4 to 1 y എന്ന് പറഞ്ഞ എന്താ? √x dx. ഫിഗർ എവിടെ? ഗ്രാഫ് എവിടെ? ഞാൻ വരച്ചിട്ടേ വായിക്കുന്നു. 2/3 പുറത്തെടുത്തോ. x⁻³ x ന് 1 കൊടുക്കുമ്പോൾ 1⁻³ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 തന്നെയാണ്. മൈനസ് 1/4⁻³². 1/4 ആ 1 മൈനസ് 1/4 ഒരു ബ്രാക്കറ്റിൽ ഇട്ടേ. അതല്ല 1ന്റെ അപ്പുറത്ത്. ആ ഫിഗർ നീട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാ ചെയ്യാ? 2/3 ഇൻറ്റു 1 മൈനസ് 1/4 എങ്ങനെ എഴുതാം? 1/3² ഡിവൈഡഡ് ബൈ 2² 1/3² എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പൊ അത് എഴുതണമെന്നില്ല. 1 എന്ന് എഴുതിയാൽ മതി. ഡിവൈഡഡ് ബൈ 2² 2 ക്യാൻസൽ ആവും. which is equal to 2/3 into 1 minus 1/1/3² എന്ന് എഴുതണ്ട. 1⁻⁴ അല്ലേ? by 8.
2 8 കൂടെ ക്യാൻസൽ ചെയ്യും. സെവൻ ബൈ 12 സ്ക്വയർ യൂണിറ്റ് കറക്റ്റ്. കിട്ടിയോ എല്ലാവർക്കും? ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടോ? കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the area bounded by the line y is equal to x, comma x axis, y is equal to x axis, and the lines x is equal to -1 to x is equal to 2 and x is equal to 2. Find the area bounded by the line y is equal to x, comma x axis, and the lines x is equal to -1 and x is equal to 2. എത്ര? 3/2 അല്ലല്ലോ.2. ത്രീ ബൈ ടു അല്ല, 3/2 ആണോ കിട്ടിയ എല്ലാവർക്കും? y is equal to x എങ്ങനെയാ വരാ? y is equal to x ന്റെ ഗ്രാഫ് എങ്ങനെയാ വരാ? അതാ ഇങ്ങനെയാ വരാ. y is equal to x. പിന്നെ x ആക്സിസ് ഇതാണ്. പിന്നെ x is equal to -1 ഏതാ? എന്താ ചെയ്ത? x is equal to -1, x equal to 2 ഏതാ? അപ്പൊ ഏതാ റീജിയൻ വരുന്നേ? റീജിയൻ ഏതാ കിട്ടിയേ? രണ്ട് ട്രയാങ്കിൾസാ. താഴത്ത് വരില്ലല്ലോ, എക്സ് ആക്സിസ് പറയുന്നില്ലേ? എക്സ് ആക്സിസ് പറയുന്നില്ല, അപ്പൊ താഴത്ത് വരത്തില്ല, ഇത് മാത്രമേ വരുള്ളൂ. അപ്പൊ ഏരിയയുടെ ഇക്വേഷൻ എന്താ? ഏരിയ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ പറഞ്ഞേ 0 to 2 y dx, which is equal to integral 0 to 2 y എന്ന് പറയുന്ന x ആണ്, x dx, which is equal to x square by 2. 0 to 2 ആണല്ലേ കിട്ടുന്നത്.
കിട്ടിയാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the area of the ellipse. Find the area of the ellipse. X square plus 9y square equal to 36. Ellipse. X square plus 9y square equal 36 using integration. എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താ? ഫസ്റ്റ് ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആക്കുക. അപ്പൊ എന്താ കിട്ടിയ? മൊത്തം 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എക്സ് സ്ക്വയർ ബൈ 36 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഈക്വൽ 1. ഇങ്ങനെയല്ലേ കിട്ടാ? ഇത് ഏത് ഫോമാ? ഫസ്റ്റ് ഫോം അല്ലേ? അപ്പൊ എങ്ങനെയാ വരാ? എയുടെ വാല്യൂ എന്താ? എയുടെ വാല്യൂ എന്താ? ബിയുടെ വാല്യൂ 2. എലിപ്സ് എങ്ങനെയാ വരാ? എന്താ? കേട്ടില്ല. ട്രാൻസ്വേഴ്സ് ആക്സിസും കോൺജുഗേറ്റ് ആക്സിസും അല്ലേ എലിപ്സിന്റെ? ടോട്ടൽ ഏരിയ. ആദ്യം പോയിന്റ്സ് എഴുതുക. ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്താ വരാ? 6 0. ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്താ വരാ? 0 2. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാനാ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ കണ്ടുപിടിച്ചിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കേട്ടോ? So required area is equal to 4 into integral 0 to 6 y dx. ശരി.
ഏ പിന്നെന്തൊരു താങ്ക് യു. ആൻസർ എത്രയാ നിങ്ങൾക്ക് കിട്ടിയേ? ഏ പറയൂ. 12 പൈ. നോക്കട്ടെ നിങ്ങൾക്ക് എത്ര കിട്ടിയ? നിങ്ങൾക്ക് എത്ര കിട്ടിയ? 12 മാത്രം. വൈ എന്താ കിട്ടിയേ? വൈ എന്താ കിട്ടിയേ? വൈ എന്താ കിട്ടിയേ? വൈ ഇസ് ഈക്വൽ ടു ചെയ്തില്ലേ? y square by 4 equal 1 minus x square by 36, which is equal to 36 minus x square by 36. So y square into 4, 9. Y is equal to root of 36 minus x square by 3. ഇങ്ങനെയാണോ കിട്ടിയേ y? y ഇങ്ങനെയാണോ കിട്ടിയേ? ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇത് ചെയ്യാട്ടോ. ഇത് നിങ്ങൾ ബാക്കി ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരണം കേട്ടോ. ഫൈനൽ ആൻസർ 12 പൈ സ്ക്വയർ യൂണിറ്റ്സ് ആണ്. നിങ്ങൾ ചെയ്ത് നോക്ക്, നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസും പഠിച്ചിട്ട് വരണേ കേട്ടോ. 2 ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് വരണം. നെക്സ്റ്റ് തേഴ്സ്ഡേ വന്ന. ഓക്കെ, താങ്ക് യു.